നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത് യുകെയിലെ. അപ്പോൾ എന്തൊരു ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DHA ലൈസൻസ് നമുക്ക് MOHലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോന്ന്. DHA എന്ന് പറഞ്ഞാൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം ആയത് ദുബായിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആണ് DHA എന്ന് പറയുന്നത്. MOH എന്ന് പറയുന്നത് ഷാർജ, ഫുജറ, അജുമാൻ, ഉമ്മൂർക്കോയിൻ അങ്ങനത്തെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റലിലും ക്ലിനിക്കോ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് MOH ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിലായിരിക്കും ലൈസൻസ് ഉണ്ടാവുക. ഇവിടെ ദുബായ് ഹെൽത്തിന്റെ അണ്ടറിലായിരിക്കും ലൈസൻസ് ഉണ്ടാവുക. ഇതാണ് വ്യത്യാസം. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളത് എനിക്ക് ഓൾറെഡി DHA ലൈസൻസ് ഉണ്ട്, അപ്പോൾ അത് കൺവേർട്ടഡ് ടു MOHലേക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ എക്സാം നമ്മൾ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അതിന് നമ്മൾ ആദ്യം മുതൽ എന്താണോ DHAയിൽ നമ്മൾ ചെയ്തത്, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തത്, അത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ആക്കാനായിട്ടും ചെയ്യണം. അതായത് നമ്മുടെ ഡിഗ്രി, ട്രാൻസ്ക്രിപ്റ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ പാസ്പോർട്ട്, പിന്നെ ഇപ്പോഴത്തെ DHAയുടെ ലൈസൻസ്, അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോയുടെ റിപ്പോർട്ട്, പിന്നെ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എലിജിബിലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ആദ്യം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സെയിം ഡാറ്റ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്ന കൺവേർട്ട് ചെയ്യുമ്പോഴും ഡാറ്റ ഫ്ലോ വീണ്ടും റിന്യൂ ചെയ്യണം. അപ്പോൾ ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുക്കുന്നു. ഇതെല്ലാം അപ്രൂവ് ആവുന്നു. ഈ ലെറ്റർ വെരിഫിക്കേഷൻ, അതായത് ഈ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് DHAന്ന് MOHലേക്ക് കൺവേർട്ട് ആക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്ന ലെറ്റർ, അതിന് ഒരു 3 to 5 days ആണ് എടുക്കുന്നത്. പക്ഷേ പിന്നെ അത് വൺസ് ആ ലെറ്റർ കിട്ടിയതിന് ശേഷം നമ്മൾ ഡാറ്റ ഫ്ലോ വീണ്ടും ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻഡ് ഓൺ 45 days ഒക്കെ എടുക്കാറുണ്ട്, വർക്കിംഗ് ഡേയ്സ് എടുക്കാറുണ്ട്. പക്ഷെ യൂഷ്വലി വേഗം കിട്ടാറുണ്ട് കേട്ടോ. മേ ബി 10 to 50 ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കിട്ടാറുണ്ട്. അതിനുശേഷം നമ്മൾ എന്താവുന്നു, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ MOHലാവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, DHAയും വാലിഡ് ആയിട്ടുണ്ട്, MOHും വാലിഡ് ആയിട്ട്. അപ്പോൾ രണ്ട് ലൈസൻസും ക്യാൻസൽ ആയി പോവില്ല, രണ്ടും ആക്റ്റീവ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ വൺസ് DHA എടുത്തിട്ട് DHAന്ന് കൺവേർട്ട് MOHലേക്ക് ആക്കി കഴിഞ്ഞാൽ DHA ക്യാൻസൽ ആയി പോകുന്നില്ല. അപ്പോൾ DHA ഉണ്ടാവും, MOHും ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, DHA അപ്പോൾ എന്താവും, DHA ഒരു സ്ഥലത്തല്ലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ MOHന്റെ ലൈസൻസ് എന്താക്കുന്നുണ്ട്, ആക്ടിവേറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ DHAയുടെ അവിടെ കിടക്കുന്നുണ്ട്. അതിന് 1 year വാലിഡിറ്റി ഉള്ളൂ. 1 year കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ലൈസൻസ് ആക്കി അല്ലെങ്കിൽ റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ പിന്നെ നമുക്കത് എഴുതണമെങ്കിൽ വീണ്ടും എക്സാം എടുത്ത് എഴുതേണ്ടി വരും. അല്ല നിങ്ങളത് ഇയർലി റിന്യൂ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ രണ്ട് ലൈസൻസും നിങ്ങൾക്ക് എന്താക്കാം, ഉപയോഗിക്കാം, കൊണ്ടുനടക്കാം. അപ്പോൾ ഇതിന് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഇത്രയും സമയമാണ് വേണ്ടത്. പിന്നെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസീസ് ഒക്കെ ചോദിക്കുന്നത് ഒരു 2500 dirhams ആണ് ചോദിക്കുന്നത് കേട്ടോ, DHAന്ന് MOHലേക്ക് മാറ്റാനായിട്ടായിരുന്നു. നാട്ടിൽ ഒരു 50,000ന്റെ മുകളിൽ ക്യാഷ് വരും നാട്ടിൽ. ഇവിടുത്തെ dirhams ആകുമ്പോൾ 2500 dirhams ആണ് വരുന്നത്. അപ്പൊ ഇതായിരുന്നു ആ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. DHA ടു MOH അത് നമുക്ക് ഏത് ലൈസൻസിലേക്കും, ഇപ്പോൾ MOH ടു DHAയിലേക്കും ആക്കാൻ പറ്റും. അതുപോലെ തന്നെ MOH ടു ഹാർഡ് അല്ലെങ്കിൽ DHA ടു ഹാർഡ് DOH, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം സെയിം പ്രോസസ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോർ റിലേറ്റഡ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായും കമന്റ് ബോക്സിൽ കമന്റ് അയക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.